മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ രസകരമായ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായി. ഇന്നലെ ഒരാള് അമേരിക്കയിൽ നിന്ന് വിളിച്ച് ബൈബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പ് വളരെ ശാന്തമായി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വരികളിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ താങ്കളുടെ ആരാധകനാണ്, ഒരു ഫോളോവറാണ്, താങ്കളുടെ ഓരോ വരിയും ഞാൻ സശ്രദ്ധം പഠിക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവസാനം അദ്ദേഹം പറഞ്ഞു, അങ്ങ് ബൈബിളിനെ കുറിച്ചും മദർ തെരേസയെക്കുറിച്ചും പറഞ്ഞതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ സാധിക്കണില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങളെല്ലാം കേട്ടു. എന്നിട്ട് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം യൂട്യൂബിൽ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. അത് ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്കായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് കേരളത്തിലെ സമയം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഏതാണ്ട് അർദ്ധരാത്രിയാണ്. അതിനുശേഷം അദ്ദേഹം വൈകുന്നേരം വിളിച്ച് വളരെ ശക്തമായ ഭാഷയിൽ ഒരു ഹിന്ദു ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ഒരു നിയോ ക്രിസ്ത്യൻ, ഇപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് മാറിയ ആളായിരിക്കാനാണ് സാധ്യത. ഇന്ത്യൻ കപ്പില് ബൈബിളിൻ്റെ വിഷാംശം നിറഞ്ഞ സന്ദേശങ്ങൾ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നു എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം കുറേ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു, ഒരു വാദപ്രതിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് മാത്രം ടെലിഫോണിലൂടെ തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മുമ്പിൽ പറയാം. ഭാരതമെമ്പാടും അനവധി പ്രാവശ്യം യാത്രയ്ക്ക് പോവാൻ, ക്ലാസ് എടുക്കാൻ പോവാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി, ജമ്മു കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ നടക്കുന്ന മതപരിവർത്തനം സശ്രദ്ധം കഴിഞ്ഞ 10-20 വർഷമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. നാഗാലാൻഡിലെല്ലാം ശ്രീകൃഷ്ണന്റെയും യേശുക്രിസ്തുവിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കി, ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കല്ലിലും യേശുവിൻ്റെ വിഗ്രഹം മരത്തിലുണ്ടാക്കി, ഒരേ പെയിന്റ് കൊടുത്ത് വെള്ളത്തിലിട്ട് സത്യമുള്ള ദൈവം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞ് ആ പ്രദേശത്തുള്ളവരെ പറ്റിച്ചിട്ട ഭൂരിഭാഗവും മതപരിവർത്തനം നടത്തിയിരിക്കുന്നത്. നാഗാലാൻഡിലെയും മിസോറാമിലെയും ട്രൈബൽസ്, അവിടുത്തെ ഗിരിവർഗക്കാര് മൈക്ക് സെറ്റും ഒന്നും കണ്ടിട്ടില്ല. മരത്തിൻ്റെ മുകളിൽ മൈക്ക് വെച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് അച്ഛൻ ദൈവത്തെ വിളിക്കുമ്പോൾ മൈക്കിലൂടെ റെക്കോർഡ് ചെയ്ത ശബ്ദം മരത്തിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോൾ ഇവരോട് പറയും, ആകാശത്തുനിന്ന് ദൈവം എൻ്റെ വിളി കേട്ടു, നിങ്ങളുടെ വിളിയും കേൾക്കുമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച് മതം മാറ്റിയിരിക്കുന്നത് നിരന്തരം നടന്ന് നാഗാലാൻഡ് മുഴുവനും മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വിഷാംശം നിറഞ്ഞതെന്ന് പറയാവുന്ന അനവധി സന്ദേശങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. അത് ഞാൻ ആദ്യത്തെ 2-3 ദിവസമായിട്ട് വായിക്കുകയുണ്ടായി. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, നീ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, മറ്റൊരു ദൈവത്തെ ആരാധിച്ചാൽ 4 തലമുറകൾ നിന്നെ ഞാൻ ദണ്ഡിപ്പിക്കും, ആകാശരാജ്ഞിയെ പൂജിക്കാൻ അപ്പമുണ്ടാക്കുന്ന നിങ്ങൾക്ക് ഞാൻ ദുരിതം വിതയ്ക്കും, ഈജിപ്തിലെ ജനതയെ ഞാൻ വധിച്ച് ആ ഭയം കൊണ്ട് ജനങ്ങൾ കർത്താവിൽ വിശ്വസിച്ചു. ശരിക്ക് ഒരൊറ്റ വരി പറഞ്ഞ ബൈബിളിലെ പഴയ നിയമം ഉപയോഗിച്ച് നിരന്തരം ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്,
എന്നുള്ള ഒരൊറ്റ വരിയുടെ പുറത്താണ് ബൈബിളില് പഴയ നിയമങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത്. ഈ 5 വർഷമായിട്ട് അരുണാചൽ പ്രദേശിൽ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്, ആസാമിൽ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. അരുണാചൽ പ്രദേശിൽ കാണുന്നത് ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ, ഹിന്ദുക്കളുടെ വീടാണെങ്കിൽ അവിടെ എല്ലാവരും വന്ന് ആ ശവം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കേരളീയരായ അച്ഛന്മാരും കന്യാസ്ത്രീകളും മറ്റ് ക്രിസ്ത്യാനികളും ആ വീട്ടിൽ ചെല്ലും. എന്നിട്ട് ശവം ദഹിപ്പിച്ച ആ സ്ഥലത്ത് ഒരു കുരിശ് വെച്ച് ഇവർ പ്രാർത്ഥിക്കും. വീട്ടുകാർ ചോദിക്കും, ഞങ്ങൾ ഹിന്ദുക്കളാണ്, എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നതെന്ന്. ഈ ആത്മാവ് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള ഫോഴ്സോടുകൂടി അവിടെ പ്രാർത്ഥിക്കാം. എന്നിട്ട് ദിവസവും ആ വീട്ടുകാരെ വന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ ഈ ദൈവത്തിനെ ആരാധിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഡോണോ പോളോ എന്ന് പറയുന്ന സൂര്യചന്ദ്രന്മാരെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അരുണാചൽ പ്രദേശുകാരുടെ ദൈവം എന്ന് പറയുന്നത് ഡോണി പോളോ ആണ്. അതായത് സൂര്യനും ചന്ദ്രനും. ഡോണി എന്ന് വെച്ചാൽ സൂര്യൻ, പോളോ എന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും. ഡോണി പോളോ സൂര്യനും ചന്ദ്രനും ആരാധിക്കുന്നത് തെറ്റാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഏതാണ്ട് 70% അരുണാചൽ പ്രദേശിലെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് മതം മാറ്റിയിരിക്കുന്നത്, ഭയപ്പെടുത്തിയിട്ട് മതം മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ആ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ഇപ്പോഴും ഹിന്ദുക്കളായി തുടരുന്നവര് നിരന്തരം നോട്ടീസ് അടിക്കുന്നത് മുഴുവനും ഈ ബൈബിളിലെ പഴയ നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ നിയമങ്ങൾ ഉദ്ധരിച്ചാണ് ഒരു വീട്ടിലെ ഭാര്യയെ മതം മാറ്റുക. ഭർത്താവ് തന്നെത്താനെ മതം മാറാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താ കാരണം? നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ നിനക്ക് ശത്രുക്കളെ ഉണ്ടാക്കും, നിന്റെ വീട്ടിൽ ഉള്ളവരെ ഞാൻ കൂട്ടിയിടിപ്പിക്കും. ഭാര്യയ്ക്കെതിരെ ഭർത്താവിനെയും, അപ്പനെതിരെ മകനെയും, അമ്മയ്ക്കെതിരെ മകളെയും, മരുമകനെതിരെ മരുമകളെയും ഞാൻ കൂട്ടിയിടിപ്പിക്കും. എൻ്റെ ശക്തി അന്ന് നീ തിരിച്ചറിയും. ഇങ്ങനെ ഉള്ള വരികളാണ് ഏറ്റവും ശക്തമായിട്ട് ഭാരതീയരിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെയും ഉള്ളവരുടെയും മനസ്സിലേക്ക് കയറ്റി അത് ഇന്ത്യക്കാരെ മുഴുവനും മതപരിവർത്തനം നടത്താൻ ഉപയോഗിക്കുന്നതെന്ന് ഒന്നാമത്തെ പോയിന്റ് അമേരിക്കയിൽ നിന്ന് എന്നെ ഫോണിൽ വിളിച്ച വ്യക്തിയോട് പറയും. രണ്ടാമത്തെ പോയിന്റ് പുതിയ നിയമത്തിൽ വളരെ നിരന്തരം പറയുന്നത്, അത് പറയുന്നില്ലെങ്കിലും ഈ ക്രിസ്ത്യാനികൾ പറയുന്നു എന്ന് പറഞ്ഞ് പടർത്തുന്നത്, മനുഷ്യ നീ പാപിയാകും, നീ പാപിയാണ്, നീ ആദി പാപവും കൊണ്ട് ഭൂമിയിൽ വന്നു, നിന്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിലേറിയത്. അതായത് നീ യേശുക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെയും പൂജിക്കരുത്, യേശു ഏകരക്ഷകൻ, മാനസാന്തരപ്പെടുവിൻ, നിത്യജീവൻ നേടുവിൻ, യേശുവിൽ അഭയം പ്രാപിക്കുവിൻ, യേശു മാത്രമാണ് രക്ഷകൻ, യേശു അല്ലാതെ മറ്റൊരു രക്ഷകൻ നിനക്ക് ഉണ്ടാവരുത്. ഇങ്ങനെ യേശു ജനിച്ചതും വളർന്നതും മരിച്ചതുമെല്ലാം ഇന്ത്യക്കാരായ പാപികൾക്ക് വേണ്ടിയാണെന്നുള്ള വിഷലിപ്തമായ സന്ദേശം നിരന്തരം കൊടുത്താണ് ഈ യഹോവ സാക്ഷികളായാലും പെന്തക്കോസ്തുകാരായാലും മറ്റ് ക്രിസ്ത്യാനികളായാലും മതം മാറ്റുന്നത്. ഇത് പാവപ്പെട്ട ജനങ്ങളിൽ നിരന്തരം ഏൽക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ വല്ല അസുഖം ഉണ്ടാവുകയോ ജോലി പോവുകയോ വിവാഹം നടക്കാതെ വരികയോ ഈ സമയത്ത് മുഴുവനും ഇങ്ങനെയുള്ള സന്ദേശവും കൊണ്ട് വീട്ടിലേക്ക് കയറി ഇറങ്ങി ഹിന്ദുക്കളെ മതം മാറ്റുന്ന നീചമായ പ്രവൃത്തിയാണ് 2 രീതിയിലും ചെയ്യുന്നത്. അപ്പോൾ പഴയ നിയമത്തിലൂടെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ് ഭാരതത്തിൽ ഏത് ദൈവത്തെയും ആരാധിച്ചോളൂ, എല്ലാം പരമമായ സത്യത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ആ സന്ദേശങ്ങളെയൊക്കെ മാറ്റി ആകാശാത് പതിതന്തോയം യഥാ ഗച്ഛതി സാഗരം സർവദൈവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് ഈശ്വരനെ ആരാധിച്ചാലും സർവധർമ്മ സമഭാവം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞതിനെ ഒരു യഹോവയെ മാത്രം ആരാധിക്കണമെന്ന് പഴയ നിയമത്തിലൂടെ അടിച്ച് ഏൽപ്പിക്കുക. 2, മനുഷ്യ നീ പാപിയാവുന്നു, നിന്റെ പാപത്തിന് വേണ്ടി യേശു കുരിശിലേറി എന്ന് പറയാം. ഇത് 2ഉം ചെലവാക്കാനാണ് ഇന്ത്യൻ കപ്പില് ഇന്ത്യക്കാർക്ക് ഈ വിഷം കൊടുക്കുന്നത്. ഈ ഇന്ത്യൻ കപ്പിൽ വിഷം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഞാനല്ല പറഞ്ഞത്. ഒന്ന് ജോസഫ് പടിഞ്ഞാറേക്കര എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകം ഒന്ന് നിങ്ങൾ വായിക്കണം. അതിൻ്റെ പേര് തന്നെ നോക്കാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഗോസ്പൽ ഫോർ ഇന്ത്യ ഇൻ ഇന്ത്യൻ കപ്സ്, ജോസഫ് പടിഞ്ഞാറേക്കര എഴുതിയ
അതിനീചമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇത് വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഓരോ സ്ഥലത്തും ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിലെ അമ്പലത്തിലെ കൺസെപ്റ്റ്, തമിഴ്നാട്ടിലെ തമിഴ് മന്ത്രങ്ങള്, തമിഴ് ആചാരങ്ങള്, ഇതെല്ലാം പള്ളിയിലേക്ക് എടുത്ത് പള്ളിയെ പറയുന്ന പേര് തന്നെ കോവിലെന്ന ഓരോ പൂജാരിമാരെയും കൺവെർട്ട് ചെയ്ത് ആ അമ്പലത്തിനെ തന്നെ പള്ളിയാക്കി മാറ്റിയിട്ട് എങ്ങനെയാണോ തമിഴ്നാട്ടിൽ മതപരിവർത്തനം നടത്തുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും. ആസാമിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മുമ്പിൽ ഒരു കുരിശ് വെച്ച് ആ കുരിശിൽ എഴുതി വയ്ക്കുക ശിവ കിൽസ് ജീസസ് സേവ്സ് എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആസാമിലുള്ളവരുടെ ആചാരങ്ങൾ മുഴുവനും ബൈബിളിലേക്ക് ആചാരങ്ങളാക്കി മാറ്റി അതിനെ പ്രചരിപ്പിക്കുക. ഇത് ഒരു വശം. ഇനി വേറൊന്ന് നോക്കാം. ഒരാള് ഒരു കത്തെനിക്ക് എഴുതിയതാണ്. ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു കത്ത്. ഡോക്ടർ പി തോമസ് മാത്യു, വെറ്റിനറി ഡോക്ടറാണ്, BVSc ആൻഡ് H, കടവനാൽ തറയിൽ വില്ല, കോടുകുളഞ്ഞി PO, ആലപ്പുഴ ജില്ല, പിൻകോഡ് 689508. അസിസ്റ്റന്റ് മാനേജർ മിൽമ ഡയറി മാന്നാറ്. ഫോൺ നമ്പർ 2312562 2312562 ഫോൺ നമ്പർ. ഇദ്ദേഹം എഴുതിയ കത്തിന്റെ അവസാന ഭാഗത്തിൽ നോക്കാം. വൺ ആചാര്യ ദയാപ്രകാശ് ഫ്രം സത്താൽ ആശ്രം ഫ്രം ഭോവലി ഇൻ ഹിമാലയാസ് ഈസ് എക്സ്പെക്ടഡ് ടു ബി വിത്ത് മീ ഫോർ അബൌട്ട് 10 to 12 days. ഒരു സത്താൽ ആശ്രമത്തിലെ ദയപ്രകാശ് ആചാര്യ 10-12 ദിവസം എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. ഹീ ഈസ് എ വേദിക് സ്കോളർ ആൻഡ് സന്യാസി. അദ്ദേഹം ഒരു വേദത്തിന്റെ സ്കോളർ, സന്യാസിയാണ്. ആൻഡ് ദേ ആർ എൻഗേജ്ഡ് ഇൻ ഇവാഞ്ചലൈസേഷൻ ഓഫ് ഹിന്ദു യോഗീസ് ആൻഡ് സന്യാസീസ് ഇൻ ഹിമാലയ. They are engaged in evangelization of Hindu sannyasis and yogis in Himalaya. He is a Christian sannyasi using mostly the Vedas, Gita and Upanishad to present Jesus Christ. He is against all foreignization just as I am. In big cities, they conduct satsang, kirtan, bhajan, etc., specially inviting Hindu scholars, RSS leaders interested in Vedopanishad, etc. We are planning to organize meetings and satsang in a few places at Chengannur, Ramni, Kottayam, etc. I was very much looking forward to having one at Trivandrum, but had no contact in the line. Please let me know if you could take it up. All you require to do is to contact people. എനിക്ക് എഴുതിയിരിക്കുന്ന കത്താണ് ഡിയർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ. അപ്പോൾ വേദങ്ങളും ഉപനിഷത്തുക്കളും ഉപയോഗിച്ച യേശു ക്രിസ്തുവിനെ, അതാണ് ഇന്ത്യ ഗോസ്പൽ ഫോർ ഇന്ത്യ ഇൻ ഇന്ത്യൻ കപ്പർ. ഇനി ഈ മാത്യു, തോമസ് മാത്യു എന്ന വെറ്റിനറി ഡോക്ടർ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്താ പുസ്തകത്തിന്റെ പേര്? ഐ ആം നീദർ എ സാൻസ്ക്രിറ്റ് സ്കോളർ nor a scholar of Vedas. My humble part has been to compile the shlokas and mantras from here and there from the books of the scholars, some of whom are my friends and gurus. A book of mine, Om Hariharaputraya Nama, is being sent to you separately. It is a small booklet. Please let me know your. ഈ ഹരിഹരപുത്രായ നമ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ അടുത്ത വരി നോക്കാം അദ്ദേഹത്തിന്. ആക്ച്വലി വി ഹാവ് എ സ്മോൾ ഗ്രൂപ്പ് കോൾഡ് ക്രൈസ്തവ വേദാന്ത വേദി എൻഗേജ്ഡ് ഇൻ ഇവാഞ്ചലൈസേഷൻ ഓൺലി ത്രൂ ദി വേദാസ് ആൻഡ് ഉപനിഷത്സ്. ഈ വ്യക്തി ഒറ്റയ്ക്കല്ല, എല്ലാ ക്രൈസ്തവ സഭയും ഇപ്പോ ഭാരതത്തില് മതപരിവർത്തനം ഭാരതത്തിലെ കപ്പിലൂടെ കൊടുക്കാം. പ്രജാപതി യാഗം എന്ന ക്രൂശീകരണം, ഇത് കൂശി എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്നതാണ്. റാംനിയിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. അതില് അദ്ദേഹത്തിന്റെ അഡ്രസ് എന്ന് പറയുന്നത്
വളരെ വിചിത്രമായിട്ടുള്ള പോസ്റ്റ് ബോക്സ് നമ്പർ, അങ്ങാടി PO, റാന്നി, കേരള. ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല, ആരെങ്കിലും തെറി പറയോ എന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതിലെ അദ്ദേഹം വേദത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് ഹിരൺമയേന പാത്രേണ സത്യസ്യാവിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയെ. ഈശാവാസ്യോപനിഷത്തില് 1-ാമത്തെ വരി 1-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം. ഈശാവാസ്യോപനിഷത്തിലെ ഒരു അധ്യായമേ ഉള്ളൂ, വേറെ അധ്യായങ്ങളൊന്നും ഇല്ല. 15-ാമത്തെ ശ്ലോകത്തില് ഇതിന്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യോഹന്നാൻ പറയുന്നു. രണ്ടും ഒന്നാണ്. ഇതിന്റെ അർത്ഥാണ് വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത്. ഒന്നല്ല, എത്രയാ എന്നറിയാമോ? ഇനി ഞാൻ വായിക്കാൻ. ഏകം സദ്, സത്യമായത് ഒന്നേ ഉള്ളൂ, അത് ആത്മാവാ ഇതമേക ഏവാ അഗ്ര ആസീത്. അതിന് യോഹന്നാൻ അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുകയാണ്. ആദിയിൽ ഏകനായിരുന്ന ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4-ാം അധ്യായം 24-ാമത്തെ വരി. ഏകം സദ് ഋഗ്വേദത്തിലെ കൊട്ടേഷൻ കൊടുത്ത് അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കണം. യഹോവ ഏകദൈവമാകുന്നു. ആവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വരി. ആ വേദത്തിലെ വരിയെ ദുർവ്യാഖ്യാനം ചെയ്യുക. ആത്മൈവേദ അഗ്ര ആസീത് തതോ അഹം നാമ അഭവത്. അങ്ങനെ ഒരു വരി തന്നെ ബൃഹദാരണ്യോപനിഷത്തിൽ ഇല്ല, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ബൃഹദാരണ്യോപനിഷത്തിലാണെന്ന് പറഞ്ഞ് അതിനർത്ഥം കൊടുത്തിരുന്നത് ഏകനായിരുന്ന ആത്മാവ് ഞാനാകുന്നു, എൻ്റെ പേര് യഹോവ എന്നാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഉദാമൃതത്വസ്യ ഈശാനഃ. ഇത് ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിലെ വരിയാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദിശാങ്കുലം പുരുഷേവേദം സർവം യദ്ഭൂതം യച്ഛഭവ്യം ഉദാമൃതത്വസ്യേശാനഃ. ആ ഉദാമൃതത്വസ്യേശാനഃ എന്ന വരിയെടുത്ത് അതിനർത്ഥം കൊടുത്തിരിക്കുന്നത് അവൻ നിത്യരക്ഷയുടെ ദൈവമാകുന്നു. ബൈബിളിലെ കൊട്ടേഷൻ എടുത്തിട്ടാണ്. സ യതന്നേനാതിരോഹതി. യതന്നേനാതിരോഹതി എന്നുള്ളത് മാറ്റിയിട്ട് സ അന്നേന അതിരോഹതി. അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് യേശയ്യ 7-ാം അധ്യായം 14-ലെ വരിയും മത്തായി 1-ാം അധ്യായം 21-ാമത്തെ വരിയും എടുത്ത് അവൻ അതിശയകരമായ കന്യയുടെ ഗർഭത്തിൽ മനുഷ്യപുത്രനായി ജനിക്കുന്നു. ശരിക്ക് പറയാൻ പാടില്ലാത്ത ഒരു വരി ഞാൻ പറയാം. ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ച ആളോട് ഉൾപ്പെടെ പറയാം. സാധാരണ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ വേദം തെറ്റായിട്ട് പറയുകയോ ചെയ്താൽ ഭ്രാന്ത് പിടിക്കുമെന്ന്. ഈ കോശി എബ്രഹാമിന്റെ 2 മക്കൾക്കും മാനസിക രോഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നേരിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ധാരാളം പേര് ഞാൻ കോട്ടയം റാന്നി ഏരിയയിൽ പോകുമ്പോൾ പറയാറുണ്ട് ആ കോശി എബ്രഹാമിന്റെ മക്കൾക്ക് ഭ്രാന്താണ് എന്ന്. അതേ വരിയാണ് ഞാൻ പറയുന്നത്. ഏതായാലും ആരുടെ മക്കൾക്കും ആർക്കും മാനസിക രോഗം ഉണ്ടായാൽ അത് വേദനാജനകമാണ്. പക്ഷേ ഞാൻ ഇത് ഇവിടെ കോട്ട് ചെയ്തത് ഈ വേദത്തെ ഇത്രയും നികൃഷ്ടവും നീചവുമായ രീതിയിൽ കോശി എബ്രഹാം എന്ന് പറയുന്ന ആള് എഴുതി മുഴുവനും നീചം എന്ന് പറഞ്ഞാൽ ബൈബിളിലേക്ക് മാറ്റാനാണ്. അതിനേക്കാൾ അത്ഭുതം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വായിക്കാൻ പറ്റുമോ നോക്കുക, ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഈ വേദത്തെയും ഭാരതീയമായ എല്ലാത്തിനെയും നീചമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ബൈബിളാണ് അതിലുള്ളതെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് മാർ ജോസഫ് പവ്വത്തിൽ എന്ന ബിഷപ്പാണ്. ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി ആൻഡ് പ്രസിഡന്റ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് അതിന് എഴുതിയത്. അതായത് ആ കോശി എന്ന് പറയുന്ന ആള് ഗോസ്പൽ ഫോർ ഇന്ത്യ ഇൻ ഇന്ത്യൻ കപ്പ്, ഇന്ത്യക്കാർക്ക് ബൈബിളിലെ വിഷം ഇന്ത്യൻ കപ്പിലൂടെ കൊടുക്കുന്നു എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചതിന് ഇന്നലെ ഫോൺ വിളിച്ച് ചോദിച്ച ആ വ്യക്തി പഴയ നിയമത്തിലെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും കയറിയിറങ്ങി യേശുക്രിസ്തുവിനെ കൊടുത്ത് യേശുക്രിസ്തു നല്ല മനുഷ്യനല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആ പടം എടുത്ത പൂജാമുറിയിൽ വെച്ച് കുറച്ചു കഴിഞ്ഞ്
ആ പടം കൊടുത്ത അതേ ക്രിസ്ത്യാനികള് അവിടെ വന്ന് ഈ ദൈവത്തോടൊപ്പം മറ്റേ ദൈവത്തെ വെച്ചാൽ ഈ ദൈവം നിന്നെ ശപിക്കും, ഈ ദൈവം നിന്നെ കുത്തുവാള എടുപ്പിക്കും, ഈ ദൈവം നിന്റെ 4 തലമുറ നരകിപ്പിക്കും, അതുകൊണ്ട് മറ്റ് ദൈവത്തെ മാറ്റുക എന്ന് പറഞ്ഞാണ് മറ്റ് ദൈവങ്ങളെ മാറ്റിച്ച് കേരളം മുഴുവനും ഭാരതം മുഴുവനും മതപരിവർത്തനം നടത്തുന്നത്. ഈ വിഷമാണ് ഭാരതം എന്ന സർവധർമ്മ സമഭാവനയുള്ള രാഷ്ട്രത്തിനകത്ത് ഇഞ്ചക്ട് ചെയ്തത്. ശരീരത്തിനകത്തൊരു വിഷം കയറിയാൽ ശരീരത്തിൽ രോഗം ഉണ്ടാവും, മനസ്സിനകത്തൊരു വിഷം കയറിയാൽ മനസ്സിനും ശരീരത്തിനും രോഗം ഉണ്ടാവും. അതുപോലെ ഒരു കുടുംബത്തിനകത്ത് തെറ്റായിട്ടുള്ള ധാരണകൾ അകത്തേക്ക് കയറ്റിവിട്ടാൽ ആ കുടുംബത്തിൽ ഛിദ്രം എന്ന രോഗം ഉണ്ടാവും. ആ കുടുംബത്തിനകത്ത് വിഷം കയറ്റിവിട്ടാൽ കുടുംബ ബന്ധങ്ങൾ തകരും. സമൂഹത്തിനകത്ത് വിഷം കയറ്റിവിട്ടാൽ സമൂഹത്തിലെ ഐക്യം തകരും. ആസാമിലും അരുണാചൽ പ്രദേശിലും എല്ലാമുള്ള ഹിന്ദുക്കളും അവിടെ പുതിയതായിട്ട് കൺവെർട്ട് ചെയ്ത ക്രിസ്ത്യാനികളും തമ്മിൽ ഇപ്പോഴും വഴക്കാണ്. ഈ വഴക്കുണ്ടാക്കുന്നത് ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നിട്ട് മതപരിവർത്തനം, സ്ത്രീകളെ മതപരിവർത്തനം നടത്തുമ്പോഴാണ്. ആ വഴക്കുണ്ടായി എന്നറിഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മതപരിവർത്തനത്തിന് വന്ന ക്രിസ്ത്യാനികളാണ്. അവര് പിന്നെ മതസൗഹാർദ്ദ റാലി നടത്തും. ഇവര് തന്നെയാണ് മതപരിവർത്തനത്തിലൂടെ ലഹളയുണ്ടാക്കുന്നത്. എന്നിട്ട് അവർ തന്നെയാണ് മതസൗഹാർദ്ദ റാലി നടത്തുന്നത്. ആ മതസൗഹാർദ്ദ റാലിയിൽ MLA മാരും അവിടുത്തെ പ്രദേശ നേതാക്കന്മാരെയും എല്ലാവരെയും ക്ഷണിക്കും. എന്നിട്ട് ഈ മതലഹളയുണ്ടാക്കിയത് RSSകാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഹിന്ദുക്കളുമാണെന്ന് A4 സൈസിലും A3 സൈസിലും പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് സമൂഹത്തില് വിഷം വിതറുക, ഈ ഓരോ വീട്ടിലെയും ജനങ്ങളെ കൺവെർട്ട് ചെയ്തിട്ട്, ഒരു ഗ്രാമത്തിലെ ഗ്രാമാധിപനെ കൺവെർട്ട് ചെയ്തിട്ട്, ഓരോ വ്യക്തിയെയും കൺവെർട്ട് ചെയ്തിട്ട് 2 വരിയിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന സന്ദേശം ഇഞ്ചക്ട് ചെയ്തിട്ട് മറ്റേ ഒരു സന്ദേശം നീ പാപിയാകുന്നു, നീ പാപിയാകുന്നു, നിന്റെ പാപപരിഹാരത്തിനാണ് യഥാർത്ഥത്തില് യേശു അവതരിച്ചതും കുരിശിലേറിയതും എന്ന് പറയാം. ധാരാളം വരികൾ വേദത്തിൽ നിന്നെടുത്ത് കോശി അബ്രഹാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എല്ലാം പ്രജാപതിയുടെ ജനനം, ശരിക്കും പ്രജാപതിയുടെ ലക്ഷണം കൊടുത്തിരിക്കുന്ന കേട്ടാല് റോട്ടിൽ ചെന്നിട്ട് വിളിച്ചു കൂവണമെന്ന് തോന്നും. യാഗപുരുഷൻ കുറ്റമല്ലാത്തവനായിരിക്കണം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു യാഗപുരുഷൻ എന്നൊരു വാക്ക് തന്നെ വേദത്തിലില്ല. തലയിൽ കാട്ടുവള്ളി ചുറ്റണം, അങ്ങനെ ഒന്ന് വേദത്തിൽ കാണിക്കുകയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന 3 പവന്റെ മാലയും യജ്ഞോപവീതവും ഈ കോശി അബ്രഹാമിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ തയ്യാറാണ്. സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയണം. പ്രജാപതി എന്ന സങ്കല്പം തന്നെ ബ്രഹ്മപ്രജാപതി, രുദ്രപ്രജാപതി, വിഷ്ണു പ്രജാപതി 3 പേരും ഇമാജിനറി ഫിഗറാണ്. ത്രിമൂർത്തി സങ്കല്പം എന്നാ പറയാം. സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയണം. ഇത്രയും പറഞ്ഞ വ്യക്തിക്ക് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം. പിന്നെ മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവനും കഷ്ടതകൾ എത്രയാണ് അനുഭവിച്ചിരിക്കുന്നത്. യാഗമൃഗത്തെ രൂപത്തോട് ചേർത്ത് കെട്ടണം. എവിടെ നിന്നാണ് ഈ വരികൾ ഇയാൾക്ക് കിട്ടിയത്? അയാൾക്ക് അതെല്ലാം കിട്ടി, അത് എഴുതിയെന്നല്ല. ഈ പൗവത്തിൽ എന്ന ബിഷപ്പ്, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ ആളാണ്. കാത്തലിക് ബിഷപ്പ്, ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്. അത്ഭുതകരമായ വസ്തുത, ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൽ ഒരു സെക്രട്ടറി ഉണ്ട്, മാത്യു എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ചെയ്തൊരു വലിയ കൃത്യവും കൂടി അറിയണം. ഗുജറാത്തില് ഭൂമി കുലുക്കം ഉണ്ടായിട്ട് അത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് തകർന്ന തരിപ്പണമായപ്പോൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്ന് $10 മില്യൺ ഗുജറാത്തിന് സഹായം കൊടുത്തപ്പോൾ അത് BJPക്കും ഹിന്ദുക്കൾക്കും കിട്ടുമെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും കൊടുക്കാതെ ആക്കിച്ചത് ഈ മാത്യു എന്ന് പറയുന്ന ബിഷപ്പ് കോൺഫറൻസിന്റെ സെക്രട്ടറിയാണ്. കൊടുക്കാതെ ആക്കിച്ചത്, ഹിന്ദുക്കൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കാതെ ആക്കിയത്. ആ സംഘടനയുടെ പ്രസിഡന്റാണ് ഈ നീചകർമ്മത്തിന് കൂട്ടുനിന്നത് എന്ന് നിങ്ങൾ അറിയണം. യാഗമൃഗത്തിന്റെ എല്ലുകൾ ഒടിയരുത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയ ഭാരതത്തില് ഇങ്ങനെ ഒരു വൃത്തികെട്ട വരി, യാഗമൃഗത്തിന്റെ എല്ല് ഒടിക്കരുത് എന്ന്, യാഗമൃഗത്തിന്റെ തോൽ കീറരുത്. പിന്നെ എങ്ങനെയാ തോല് കീറാതെ എല്ലൊടിക്കാതെ എങ്ങനെ യാഗം ചെയ്യാം? യാഗത്തിൽ മൃഗങ്ങളെ ഉപയോഗിക്കുന്ന സമ്പ്രദായമേ ഇല്ല. മനുഷ്യനിലുള്ള പുരുഷം പശും
അഭദ്രൻ യജ്ഞമയജന്ത ദേവാഹ താനി ധർമാണി പ്രഥമാന്യാസൻ ദേഹനാഗം മഹീമാന സജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ. മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ ഹോമിച്ചു എന്നാണ്, അല്ലാതെ മൃഗത്തെ ഹോമിച്ചു എന്നല്ല. അത് യാഗമായി ദഹിപ്പിക്കപ്പെട്ട ശേഷം വീണ്ടും ജീവിക്കണം. തീയിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എങ്ങനെ മൃഗം ജീവിക്കും? അദ്ദേഹത്തിന് ഭ്രാന്തി പിടിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പോലും തെറ്റാവില്ല എന്ന്. അത്രയും ധന്യമായ വേദത്തെ റഫറൻസ് ഒന്നും കൊടുക്കാതെ വെറുതെ അയാളങ്ങ് എഴുതിയിരിക്കാം, യാഗമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ മാംസം ഇവർ ഭക്ഷിച്ചു. അതായത് വീഞ്ഞും അപ്പവുമല്ല, തനി പച്ച ഇറച്ചി തന്നെ ഭക്ഷിച്ചു. യാഗത്തിന് ശേഷം ഈ വേദത്തിൽ പറയുന്ന പുനരുജ്ജീവനം, ഉയർത്തെഴുന്നേൽപ്പ് നടക്കണം, മരണത്തെ ജയിച്ച വിജയം. ഈ വരികളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും തോന്നാറുണ്ട്, ഈശ്വര, ഈ വേദത്തെ എന്തിനാ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ബൈബിള് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇങ്ങനെ ധാരാളമുണ്ട്. ഇനി വേറൊരു പുസ്തകം, അവസരം പാഴാക്കുകയോ, റവറൻഡ് ജോയ് പുന്നൂസ് എഴുതിയ പുസ്തകം, ഹിന്ദുക്കളെ മതം മാറ്റാൻ ഈ ഗോസ്പൽ ഫോർ ഇന്ത്യ ഇൻ ഇന്ത്യൻ കപ്പ് എന്ന് പറഞ്ഞ് റവറൻഡ് ജോയ് പുന്നൂസ് എഴുതിയ പുസ്തകം. തീർന്നില്ല, ധാരാളമുണ്ട്. വേദത്തിലെ വരിയെടുത്ത പിപീലിക ദന്തിവരം പ്രസൂതേ, ഇത് ഉപനിഷത്തിലെ വരിയാണ്. പ്രജാപതി മകളെ പ്രസവിക്കുന്നു. എന്താ പിപീലിക ദന്തിവരം പ്രസൂതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? പിപീലിക എന്ന് വെച്ചാൽ ഉറുമ്പ്, ദന്തിവരം എന്ന് വെച്ചാൽ ആന, പ്രസൂതി. ഈ ജീവാത്മാവ് എറുമ്പിലും ആനയിലും ഒന്ന് തന്നെയാണ് ഉള്ളത് എന്ന് കാണിക്കാനാണ്. ഒരു ആത്മാവ് മറ്റൊരാത്മാവിലേക്ക് ദേഹം വെടിഞ്ഞു കഴിഞ്ഞാൽ പോകും എന്ന് കാണിക്കാനാണ് ഉപനിഷത്തിൽ ഈ വരി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ പ്രജാപതി മകളെ പ്രസവിക്കുന്നു. എങ്ങനെയുണ്ട് ഇത്? ഇന്നലെ എന്നെ വിളിച്ചാൽ മാത്രമല്ല, നിങ്ങളെല്ലാവരും അറിയണം. ഇനി വേറൊരാൾ, ജെയിംസ് കാഞ്ഞാനം ഗമാലിയേല്, ധർമ്മ ഇൻ ദ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ഇൻ ദ ബൈബിൾ. ഞാൻ കാട്ടാക്കടയിലെ ഒരു ഗമായേലാണ്. പ്രായമായി 19 വയസ്സായി എൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലെ ധർമ്മശാസ്ത്രത്തിലെ വരികളെല്ലാം എടുത്ത് ഇത് ബൈബിളിലുള്ളതാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വരിയാണ്. നിങ്ങളിത് കാണണം എന്ന് ഞാൻ പറയാൻ കാരണം, എത്ര നീചമായിട്ടാണ് നമ്മുടെ ഹിന്ദുക്കളെ അവഹേളിച്ച് പറ്റിച്ച് മതപരിവർത്തനം നടത്തുന്നത്. വേദങ്ങൾ തിരുവെഴുത്തുക്കളോ അല്ല എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം, ക്രൈസ്തവ വേദാന്ത വേദിയുടെ പ്രസിദ്ധീകരണമാണ് കോശി എബ്രഹാം എഴുതിയിരിക്കുന്നത്. വേദങ്ങള് മനുഷ്യരെഴുതിയതാണ്, അതേസമയത്ത് ബൈബിള് വേറെ രീതിയിൽ എഴുതിയതാണ്. ഇങ്ങനെ ധാരാളമുണ്ട്. ശരിക്ക് ഇനിയും 1 മണിക്കൂർ വിവരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വറങ്ങലിച്ചു പോകും. AD 995 മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് കടന്ന് ആക്രമിച്ചതിന് ശേഷം കൊലയും കൊലവിളിയും പിന്നെ നരകതുല്യമായിട്ടുള്ള വാളിന്റെ പ്രയോഗവും കൊണ്ടാണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കിയത്. അപ്പൊ അത് സ്വേഡ് ഉപയോഗിച്ച, ഇവിടെ ക്രിസ്ത്യാനികള് വേർഡ് ഉപയോഗിച്ചിട്ടാണ് മതപരിവർത്തനം നടത്തുന്നത്. ഭാരതമെമ്പാടും പോകുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൈലാസത്തിലേക്ക് അമർനാഥിലേക്ക് പോകുമ്പോൾ ഈ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ പോയിരുന്നു. സുവർണക്ഷേത്രത്തിനകത്ത് കഴുത്തിൽ കുരിശിട്ട സർദാർജിയുടെ വേഷം കെട്ടിയ അനവധി ക്രിസ്ത്യാനികള് അവിടെ സുവിശേഷം നടത്തുന്നു. അവരൊക്കെ ഈ പഞ്ചാബിയിലാണ് നടത്തുന്നത്. കേൾക്കുന്നവരൊക്കെ വിചാരിക്കുന്ന ഗുരുഗ്രന്ഥ സാഹിബിലെ വരിയാണെന്ന. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് യേശു 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 എന്ന് പറഞ്ഞ് കേൾക്കാൻ സാധിക്കും. അങ്ങനെയാണത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലായത്. പഞ്ചാബിയിൽ പറയുമ്പോൾ മനസ്സിലാവില്ല. ചൈനയില് വൻമതിലിലൂടെ 10-25 കിലോമീറ്റർ നടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ആ വഴി മുഴുവനും 2-3 യുവതികളും ചേർന്ന് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പാടുകയാണ്. ശരിക്കും ബുദ്ധൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തു എന്ന് പറയുന്ന ബുദ്ധനാണ്. അപ്പൊ നിങ്ങൾ ബുദ്ധനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, ലോകം മുഴുവൻ ആരാധിക്കുന്ന യേശുവിനെ ആരാധിച്ചാൽ മതി. ചൈനയിൽ മാത്രം ആരാധിക്കുന്ന ബുദ്ധനെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു? ലോകം മുഴുവനും ആരാധിക്കുന്ന ബുദ്ധനെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ ഇംഗ്ലീഷിലും ചൈനീസ് ഭാഷയിലും, ഈ ചൈനീസ് ഭാഷയിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് അതിന്റെ അർത്ഥം അവര് ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഇത്രയൊന്നും അല്ല
കേട്ടുകഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആ വരി ഉപയോഗിക്കുകയാണ്. നമ്മുടെ ശരീരവും മനസ്സും വിറങ്ങലിക്കുന്ന വിധത്തിൽ രണ്ട് വലിയ തിന്മ നിറഞ്ഞ വിഷലിപ്തമായ ആശയമാണ് സാധാരണക്കാരുടെ മനസ്സിലിടുന്നത്. പഴയ നിയമത്തിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്നുള്ളതും, പുതിയ നിയമത്തിൽ നീ പാപിയാകുന്നു, നിന്റെ പാപത്തിന് വേണ്ടി യേശു കുരിശിലേറി എന്നുള്ള വരിയുമാണ് വിവരിക്കുന്നത്. അറിയണം, നമ്മൾ പ്രതികരിക്കാനല്ല, പ്രതിഷേധിക്കാനല്ല, എങ്ങനെയാണ് ധന്യമായ ഹിന്ദു ധർമ്മം ആചരിക്കുന്നവരെ ഇങ്ങനെ ഈ മാനസികമായിട്ട് വ്യക്തിയിൽ ഒരു അധപ്പതനത്തിൻ്റെ നാരോ മൈൻഡിന്, വിശാലമായ ഹിന്ദുവിനെ, സമുദ്രത്തിൽ ജീവിക്കുന്ന ഹിന്ദുവിനെ പൊട്ടക്കുളത്തിലിടുക, ഗംഗാവെള്ളം കുടിക്കുന്ന ഹിന്ദുവിനെ നീർച്ചാലിലെ വെള്ളം കുടിപ്പിക്കുന്ന മാതിരി നാരോ ആയിട്ട് കൊണ്ടുവരിക. ഇതേ തിന്മകൾ വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക്, കുടുംബാംഗങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ്, ഒരാൾ പള്ളിയിലേക്ക് പോകും, എന്നിട്ട് മറ്റേ ആൾക്ക് ഗത്യന്തരമില്ലാതെ അയാളും മതപരിവർത്തനം നടത്തേണ്ടി വരുന്നൊരവസ്ഥ ആയിരക്കണക്കിന് വ്യക്തികൾ അറിയിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ഗൗഡസരസ്വത ബ്രാഹ്മണരുടെ ഇടയിലും മറ്റും എല്ലാം പ്രേമിച്ച് ഒരു പെണ്ണിനെ ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ ആണിനെ ക്രിസ്ത്യൻ പെണ്ണ് പ്രേമിച്ച് ആ വീട്ടിനകത്തും ആ സമൂഹത്തിലും ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ നാഗാലാൻഡിൽ നടക്കുന്ന നിങ്ങൾക്കറിയാം, നാഗാ കലാപകാരികളും മിസോ കലാപകാരികളുടെയും എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് സത്യസന്ധമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാം ഉത്തരം കിട്ടും. ഒരു വരിയിൽ പറഞ്ഞാൽ, മലയാളം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാഗാലാൻഡിലും മിസോറാമിലും എവിടെ വേണമെങ്കിലും പോവാം, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. മലയാളം അല്ലാത്ത ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തില്ല. കാരണം ഇവിടുത്തെ മലയാളികളാണ് അവരെ മുഴുവനും 97% കൺവെർട്ട് ചെയ്തത് എന്ന സത്യം നമ്മൾ അറിയണം. എത്രയോ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒരു മതത്തിനെതിരെ അല്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ക്രിസ്തുമതമല്ല സ്വീകരിക്കേണ്ടത്, സനാതനധർമ്മം സ്വീകരിക്കാനാണ് നാരായണ ഗുരുദേവൻ ഉപദേശിച്ചത്. ആ ഉപദേശിച്ചപ്പോൾ ഉള്ള വരിയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത്. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവർ. ഈ നേപ്പാളിലൊക്കെ ഞാൻ പോയപ്പോൾ ഒരു 30% അവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളായിട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു. ശരിക്ക് ബീഹാറിൽ നിന്നാണ് നോർത്ത് ഇന്ത്യ മുഴുവനും കൺവെർഷൻ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ കൺവെർഷൻ നടക്കുന്ന പോലെ ബീഹാറിൽ നിന്ന്, പ്രത്യേകിച്ച് റാഞ്ചിയിൽ നിന്ന്, എല്ലായിടത്തും ആൻഡമാൻ നിക്കോബാർ ബംഗാളും എല്ലായിടത്തും കൺവെർഷൻ നടക്കുന്നത് റാഞ്ചി കേന്ദ്രമായിട്ട് ബീഹാറിൽ നിന്നാണ്. ഇത് ഞാൻ അറിയിക്കാനാണ് ഈ ബൈബിളിലെ വിഷലിപ്തമായ സന്ദേശം വിശാല മനസ്സുള്ള ഹിന്ദുവിനെ ഭയപ്പെടുത്തിയും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ബൈബിളിലെ സന്ദേശങ്ങൾ കൊടുത്ത് മതം മാറ്റുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും ആ മനുഷ്യൻ വളരെ ദേഷ്യത്തോടു കൂടിയാണെങ്കിലും പ്രതികാരത്തോടു കൂടിയാണെങ്കിലും അയാൾ ചോദിച്ച, അദ്ദേഹം എന്ന് പറയാൻ സാധിക്കില്ല, അയാൾ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് എനിക്ക് മറുപടി നൽകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ബൈബിളിലെ അവസാനത്തെ ഭാഗം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.